കണിക്കൊന്ന പൂക്കുന്ന ഈ മനോഹര സമയത്ത് വീണ്ടും ഒരു വിഷുക്കാലം നമ്മിലേക്ക് എത്തി. സന്തോഷം പ്രതീക്ഷയും നിറക്കുന്ന ഈ ദിനത്തിൽ വിഷുവിന്റെ ഓർമ്മകളും അനുഭവങ്ങളും പങ്കുവെക്കാൻ നമ്മോട് കൂടെ ഇന്നൊരു വിശിഷ്ട വ്യക്തി ചേരുന്നു. ഇന്നത്തെ വിഷു സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ പ്രവർത്തിക്കുന്ന വേങ്ങര ബ്ലോക്ക് പഞ്ചായത്ത് ഹെഡ് ക്ലർക്കുമായ വേങ്ങരക്കാരനായ അഖിലേഷ് TS സാറാണ് നമ്മോടൊപ്പം ചേരുന്നത്. സർ നമസ്കാരം. ഇന്ന് വിഷു ആണല്ലോ. വിഷു എന്ന് കേൾക്കുമ്പോൾ സാറിന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന ഒരു മറക്കാനാവാത്ത അനുഭവം എന്താണ്? നമസ്കാരം. വിഷു എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ പോലെയല്ല. നമുക്ക് ചെറുപ്പകാലങ്ങളിലൊക്കെ, അതായത് കുട്ടികളാവുന്ന സമയത്താണ് വിഷുവിൻ്റെ ഒരു അതൊരു വലിയ വൈബ് തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ പടക്കം പൊട്ടിക്കുക, പിന്നെ വീട്ടിലെ എല്ലാ കുടുംബക്കാരും എല്ലാവരും കൂടെ ഒരുമിച്ച് ചേരുക, അതുപോലെ അടുത്തുള്ള മറ്റ് ഇതര സഹോദര മതസ്ഥരുമായിട്ടുള്ള കൂടിച്ചേരൽ, അതൊക്കെ ഒരു വലിയ ഓർമ്മകളാണ്. തീർച്ചയായിട്ടും ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ പോലെയുള്ള സ്നേഹവും ആ ഒരു ഒരുമയും ഒക്കെ പോയി ഇപ്പോൾ വെറും ഒരു യാന്ത്രികമായിട്ടുള്ള രീതിയിലുള്ള ഒരു ആഘോഷങ്ങളും പങ്കിടലുകളൊക്കെയാണ് എന്ന് പല സമയത്തും തോന്നിപ്പോകാറുണ്ട്. അപ്പോൾ വിഷുവിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കണി കാണല്. അതിന്റെ ഒരു പ്രാധാന്യം എന്താണ്? അപ്പോൾ നമ്മൾ കണി കാണാൻ പൊതുവേ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നല്ല കണി കണ്ടു കഴിഞ്ഞാൽ ആ ഒരു ദിവസം ഐശ്വര്യമുള്ളതാവും. അതുപോലെ വിഷുവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ കണിയുടെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ആ ഒരു വർഷം ഒരു പുതുവർഷത്തിന്റെ തുടക്കമാണ്. വർഷത്തിന്റെ തുടക്കത്തിൽ നമ്മൾ നല്ല കാര്യങ്ങൾ കണ്ട് കഴിഞ്ഞാൽ തുടർന്നുള്ള ആ ഒരു വർഷം വളരെ എന്താ പറയുക, സുഖകരവും അതുപോലെ സമൃദ്ധവുമായിരിക്കും എന്നുള്ള ഒരു വിശ്വാസത്തിന്റെ കൂടെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള നമ്മുടെ ഒരു മനോഭാവം ഉണ്ടല്ലോ, അതിൻ്റെ കൂടെ ഭാഗമായിട്ടാണ് ഈ കണി എന്നുള്ളത്. കണിയിൽ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് പിന്നെ പഴവർഗ്ഗങ്ങൾ, അതുപോലെ അരി, നെല്ല്, പിന്നെ പൈസ, ക്യാഷ്, സ്വർണം, പിന്നെ വിളക്ക്, അതായത് ദീപം, വെളിച്ചം എന്നുള്ളത് നമ്മൾ പിന്നെ നല്ല സൂചകമായിട്ടാണ് കാണുന്നത്. വിഷുക്കണി എന്നുള്ള അതിൻ്റെ ഒരു ഐതിഹ്യമായിട്ട് ആ തുടക്കം നല്ല രീതിയിൽ ആവുക എന്നുള്ളതിന്റെ പ്രതീകമായിട്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോ പണ്ട് സാറെന്ന് പറയുമ്പോൾ നമ്മളൊരു കൈനീട്ടം വാങ്ങുന്ന ഒരാളായിരുന്നു, ഇപ്പൊ കൈനീട്ടം കൊടുക്കുന്ന ഒരാളിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഫീൽ എന്താണ്? അതുപോലെ ആദ്യമായിട്ട് എന്നാണ് കൈനീട്ടം കിട്ടിയത്? ആ വല്ല ഓർമ്മയുണ്ടോ? കൈനീട്ടം മുമ്പ് കാലത്ത് ഇപ്പോൾ നമുക്ക് നമ്മുടെ തറവാട് വീടുകളിൽ വെച്ചാണ് നമ്മൾ വിഷുവൊക്കെ ആഘോഷിക്കുക. അപ്പോൾ ആ സമയത്ത് വീട്ടിലെ മുതിർന്ന ആളുകൾ അന്ന് തരെ 25 പൈസ ഒക്കെയാണ് അന്നത്തെ കൈനീട്ടം. ആ ഒരു 25 പൈസ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയൊരു അനുഭവവും വലിയൊരു സന്തോഷമാണ്. ആ 25 പൈസകൾ അല്ലെങ്കിൽ 50 പൈസകൾ നോട്ടൊന്നും അന്ന് ചെറുപ്പകാലത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ നമ്മൾ പിന്നെ സ്വരൂപിച്ച് വെച്ചിട്ട് അന്ന് ഉച്ചയ്ക്ക് ശേഷം പിന്നെയും പോയി പടക്കം വാങ്ങിക്കുന്ന ആ ഒരു രീതിയൊക്കെ ആയിരുന്നു അന്നുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ നമ്മൾ എന്താ പറയുക, ദൂര സ്ഥലങ്ങളിൽ പോയിട്ട് ചൈനീസ് പടക്കങ്ങൾ, അതുപോലെ പടക്കത്തിൻ്റെ ഒരു പിന്നെ ഇഷ്ടം പോലെ കിട്ടാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് പിന്നെ കൈനീട്ടം കൊടുക്കുക എന്നല്ല പറഞ്ഞു, നമ്മൾ വീടുകൾ അതിഥികളായിട്ട് വരുന്ന ആളുകൾക്ക് നമ്മൾ കൊടുക്കാറുണ്ട്. അതുപോലെ ചെറിയ കുട്ടികൾക്കാണ് കാര്യമായിട്ട് നമ്മൾ കൈനീട്ടമായിട്ട് കൊടുക്കുക. അപ്പോൾ പ്രായമായ ആളുകൾ അപ്പോൾ മോളും മരുമോനൊന്നും വന്നിട്ടുണ്ട്, അവർക്ക് നമ്മൾ കൈനീട്ടം കൊടുക്കും. അതുപോലെ പിന്നെ തറവാട്ടിലവിടെ ഏട്ടൻ്റെ മക്കൾ, അങ്ങനെ അവരുടെ പേരക്കുട്ടികൾ, അങ്ങനെ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാവില്ല, കുട്ടികളൊക്കെ വരുമ്പോൾ അവർക്ക് നമ്മൾ കൈനീട്ടം കൊടുക്കും. അവരെ സംബന്ധിച്ചോളം അത് അന്നൊക്കെ അങ്ങനെ എടുത്തു വെക്കുകയാണ് ചെയ്യുക. അപ്പോൾ എനിക്കൊരു സഹോദരിയാണ് ഉള്ളത്. അപ്പോൾ ആർക്ക് കൂടുതൽ കിട്ടി എന്നൊക്കെ അതൊരു വലിയ എന്താ പറയുക, അഭിമാനമാണ്. നമുക്കൊരു ഒരു രൂപ കൂടുതൽ കിട്ടി കഴിഞ്ഞാൽ എനിക്ക് അത്ര കിട്ടി, നിനക്ക് അത്രയല്ലേ കിട്ടിയിട്ടുള്ളൂ എന്നുള്ള ആ രീതിയിലേക്ക്. പിന്നെ എന്താ പറയുക, പണത്തിനും അത്ര വലിയൊരു ആർത്തി ഒക്കെ ഉണ്ടായിരിക്കാം സ്വാഭാവികമായിട്ടും നമുക്കാണെങ്കിലും പൈസ കിട്ടിക്കഴിഞ്ഞാൽ. പക്ഷെ കൈനീട്ടം കൂടുതൽ കിട്ടുന്നതിന് പഴയതുപോലെയുള്ള ഒരു ആക്രാന്തം എന്ന് പറയില്ല, അത് ഇന്നില്ല എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. വിഷു ആയിട്ട് വന്നതാണ് ഇവിടെ അഖിലേഷിൻ്റെ വീട്ടിൽ. അവരെ ഫാദറും ഒക്കെ ആയിട്ട് എപ്പോഴും എല്ലാ വിഷുവിനും ഞങ്ങൾ വരുന്നതാണ്. നമ്മുടെ ഈ പ്രദേശം പ്രത്യേകിച്ചും പണ്ടേ അങ്ങനെയാണ്, എല്ലാവരും വിഷു ആകുമ്പോഴൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോവും, സന്ദർശനം നടത്തും.
അങ്ങനെ സൗഹൃദ അന്തരീക്ഷത്തിൽ ജീവിക്കൽ സന്തോഷമുള്ള കാര്യമാണല്ലോ, അങ്ങനെ വരുന്നതാണ്. ഇന്ന് വിഷു ദിവസമാണല്ലോ, അതുകൊണ്ട് എല്ലാ പ്രേക്ഷകർക്കും വിഷു ആശംസിക്കുകയാണ്. ഐശ്വര്യത്തിൻ്റെ ദിനമാണ്. നല്ലത് വരട്ടെ എന്നുള്ളത് എല്ലാവർക്കും എപ്പോഴും നല്ല ഐശ്വര്യം ഉണ്ടാവട്ടെ എന്നുള്ളതാണ് വിഷുവിൻ്റെ സന്ദേശം തന്നെ, അതാണല്ലോ. ഇപ്പൊ എല്ലാ കൊല്ലം വിഷുവിനും പാണക്കാട് തെങ്ങന്മാര് ഇവിടെ വിഷുവാഘോഷത്തിൽ പങ്കുചേരാൻ വരലുണ്ടെന്ന് അറിഞ്ഞു. അപ്പൊ ഈ ഒരു ബന്ധം എത്രത്തോളം വർഷമായിട്ടുള്ള ഒരു ബന്ധമാണ് തെങ്ങന്മാരുമായിട്ടുള്ള ഈ ബന്ധം? പണക്കാട് തങ്ങന്മാരുമായിട്ട് എനിക്ക് കുറേ കാലങ്ങളായിട്ടുള്ള ബന്ധമാണ്. കാരണം പിന്നെ പെരുന്നാൾ ദിവസങ്ങളിൽ അതുപോലെ റമദാൻ സമയങ്ങളിൽ എന്നെ അവിടേക്ക് ക്ഷണിക്കാറും അവിടെയുള്ള വിശേഷ സമയങ്ങളിൽ അവിടെ പങ്കെടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഓണാണെങ്കിലും വിഷു ആണെങ്കിലും ആരെങ്കിലും പണക്കാട് കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും ഒരാൾ വരാറുണ്ട് എന്നുള്ളത് ഞാൻ വളരെ അഭിമാനത്തോടു കൂടി തന്നെ പറയുകയാണ്, വളരെ സന്തോഷത്തോടു കൂടിയും പറയുകയാണ്. കാരണം അവർക്ക് വരുന്നതിന് മറ്റ് ബുദ്ധിമുട്ടുകളോ ഒന്നും ഇതുവരെ പ്രകടിപ്പിച്ചിട്ടുമില്ല. പിന്നെ മിക്ക സമയങ്ങളും എത്താറുണ്ട്. അതുപോലെ എൻ്റെ സന്തോഷ നിമിഷങ്ങളിലും അതുപോലെ വിഷമകരമായിട്ടുള്ള സംഭവങ്ങളുള്ള സമയത്ത് ആ സമയങ്ങളിലും അവരുടെ സാന്ത്വനവും അതുപോലെ അവരുടെ ചേർത്ത് പിടിക്കലും എനിക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വളരെ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. വളരെ എന്താ പറയുക, അഭിമാനത്തോടുകൂടി തന്നെ ഞാനത് പറയാൻ ആഗ്രഹിക്കണം. ഇതിലൊക്കെ പ്രത്യേകമായിട്ട് എന്താ വെച്ചാൽ, ഒരു വിഷു ദിവസവും റമദാനും കൂടെ വന്ന സമയത്ത് റമദാനിൽ വിഷു വന്നു ഒരു വർഷം. അതിപ്പോൾ കഴിഞ്ഞ വർഷമല്ല, അതിൻ്റെ മുന്നത്തെ വർഷമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ സമയത്ത് പണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ പിന്നെ നോമ്പ് തുറക്കാനായിട്ട് ഇവിടെ വന്നു എന്നുള്ളത് ഞാൻ വളരെ എന്താ പറയുക, വളരെ സന്തോഷത്തോടുകൂടി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ, ഇന്നത്തെ കാലം എന്നുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മൾ സൗഹൃദവും പിന്നെ സ്നേഹവും ഒക്കെ പുറമേ ഉണ്ടെങ്കിലും ഉള്ളിൽ എന്തോ ഒരു വിദ്വേഷത്തിൻ്റെ ഇത് പല പല കോണുകളിലും ഉണ്ടാവുന്ന ഒരു അവസരത്തിൽ കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കൂടിച്ചേരലുകൾ ഇതൊരു പുറം മോടിക്ക് വേണ്ടിയിട്ടുള്ളതോ അല്ലെങ്കിൽ ആളുകളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതോ ഉള്ള ഒരു കാര്യമല്ല. കാരണം ആ ഒരു സ്നേഹം നമ്മൾ അനുഭവിക്കുന്നു, തിരിച്ച് അവരുടെ പിന്നെ നമുക്കും അവരുടെ സ്നേഹം ലഭിക്കുന്നു എന്നുള്ളത് വളരെ എന്താ പറയുക, മാതൃകാപരവും നമുക്ക് മലപ്പുറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു ഭാഗങ്ങൾ തെക്കൻ ഭാഗങ്ങളിലൊക്കെ പലപ്പോഴും പലരും ഭീതിയോടുകൂടി കാണുന്ന ഒരു ജില്ലയാണ്. അത് നമുക്ക് അറിയാലോ. കാരണം മലപ്പുറത്തെ പല രീതിയിലും മോശമായി ചിത്രീകരിക്കുന്ന ഇത് പല കാര്യങ്ങളിലാണെങ്കിലും നമ്മൾ വാർത്താമാധ്യമങ്ങളിലാണെങ്കിലും സോഷ്യൽ മീഡിയകളിലാണെങ്കിലും നമുക്കത് അനുഭവപ്പെടാറുണ്ട്. പക്ഷെ അതല്ല യഥാർത്ഥ മലപ്പുറം എന്നുള്ളത് നമുക്ക് ഇത് മലപ്പുറത്തുകാരൻ എന്നുള്ള നിലയ്ക്ക് എനിക്കത് വളരെ വ്യക്തമായിട്ട് പറയാൻ സാധിക്കും. ഇന്നിപ്പോ വിഷു ആയതുകൊണ്ട് തെങ്ങന്മാരാരെങ്കിലും ഇവിടെ സർപ്രൈസ് ആയിട്ട് വരുന്നുണ്ടോ? സർപ്രൈസ് എന്നല്ല, ഇന്ന് പിന്നെ മനോർമോൻ പുറത്താണ്, അതുപോലെ റഷീദ് മോൻ പുറത്താണ്. പക്ഷെ പണക്കാട് ബഷീർ അലി ശിഹാബ് തങ്ങൾ, ബഷീർ മോൻ എന്തായാലും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു മണിക്കൂറിനകം എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് അതുപോലെയുള്ള വിശേഷ സമയങ്ങളിൽ ഇവിടെ എത്താറുണ്ട്. ഇന്ന് എന്തൊക്കെയോ തിരക്കുകളുണ്ട്, എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആദ്യമായാണ് വിഷുവിന് അഖിലേഷിൻ്റെ വീട്ടിൽ വരുന്നത്. ഓണത്തിനാണ് സാധാരണ വരാറുള്ളത്. ഈ ഒരു വിഷു എന്തുകൊണ്ട് ഒരു പുതുവർഷത്തിൻ്റെയും അതുപോലെ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും മതമൈത്രിയുടെയും സന്ദേശം ഉൾക്കൊള്ളുന്ന ഈ വിഷു ദിനത്തിൻ്റെ പ്രത്യേകതയിൽ ആ ഒരു ആഘോഷം ഇന്ന് കേരളമാകെ ആഘോഷിക്കുകയാണ്. എന്തുകൊണ്ടും ഈ വിശേഷ ദിവസത്തിൽ ഇവിടെ വിഷു കൈവശം കൊടുക്കുവാനും അതുപോലെ കൈനീട്ടം എന്ന ആ ഒരു
ക്രിയ ഇന്ന് ഇവരുടെ ആചാരത്തിൽ കൊണ്ടുവന്നതും അതുപോലെ അത് കുടുംബത്തിലെ എല്ലാവരുടെയും ഒരു ഒത്തുകൂടൽ കൂടിയാണ് ഇന്ന് ഇവിടെ അഖിലേഷിൻ്റെ വീട്ടിൽ ഈ വിഷു ദിനത്തിൽ ഇവിടെ എത്തിയിരിക്കുന്നത്. പാണക്കാട് നിന്ന് നമ്മൾ ഓണത്തിന് എല്ലാവരും കൂടെ ഒന്നിച്ച് കൂടുകയും അതുപോലെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് മറ്റുള്ളവരെല്ലാം രാഷ്ട്രീയ സാമൂഹിക രംഗത്തുള്ള ഒട്ടനവധി ആളുകളുടെ സാന്നിധ്യത്തിൽ ഇവിടെ ഒരു വിഷു സദ്യയും ലഭ്യമാകുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടും ഈ വിഷു ദിനത്തിൻ്റെ എല്ലാ മലയാളികൾക്കും എല്ലാവർക്കും എൻ്റെ വിഷു ആശംസകൾ നേരുകയാണ്. ഇത് ഒരു സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുവാനും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി എൻ്റെ വിഷുദിന ആശംസകൾ. ഇപ്പൊ സാറ് റമദാൻ മാസത്തിൽ ഫുൾ നോമ്പെടുക്കലുണ്ട് എന്നുള്ളത് കേട്ടിട്ടുണ്ട്. അപ്പൊ ഇന്നു മുതലാണ് അങ്ങനെ നോമ്പെടുക്കാൻ വേണ്ടിട്ട് തുടങ്ങി? ഞാന് എൻ്റെ സുഹൃത്തുക്കള് ഭൂരിഭാഗവും ഒരു 99% എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. കാരണം മുസ്ലിം സുഹൃത്തുക്കളാണ്, എൻ്റെ അയൽവാസികളും അതുപോലെ തന്നെയാണ്. അപ്പോൾ ചെറുപ്പം മുതൽ ഈ നോമ്പ് എന്നുള്ളത് എൻ്റെയും കൂടെ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൻ്റെയും കൂടി ഒരു ആഘോഷമായിട്ട് നമുക്കത് അനുഭവപ്പെടാറുണ്ട്. കാരണം എന്താ വെച്ചാൽ മിക്ക സമയങ്ങളിലും നോമ്പ് തുറക്കുകയാണെങ്കിലും നോമ്പ് നോൽക്കാത്ത സമയത്ത് പോലും നോമ്പ് തുറക്ക് നമ്മളൊരു അമുസ്ലിം ആയിട്ട് പോലും നമ്മളെ എല്ലാ നോമ്പ് തുറകളിലും അല്ലെങ്കിൽ അയൽവാസികളായാലും സുഹൃത്തുക്കളായാലും നമുക്കത് പങ്കെടുക്കാനുള്ള അവസരം ഉണ്ടാവാറുണ്ട്. പിന്നെ ഞാൻ മുമ്പൊക്കെ ഒരു രസം എന്നുള്ള അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഇപ്പോൾ എല്ലാവരും നോമ്പൊക്കെ ഞാൻ മാത്രം ഭക്ഷണം കഴിക്കുക എന്നുള്ള അതുള്ളത് കൊണ്ട് ചെറുപ്പത്തിലൊക്കെ അങ്ങനെ മുഴുവനൊന്നുമില്ല, ഇടയ്ക്കൊക്കെ ഒന്ന് അല്ലെങ്കിൽ മാസത്തിൽ ഒരു റമദാൻ മാസം ഒരെണ്ണം അല്ലെങ്കിൽ ചിലപ്പോൾ 2 എണ്ണം, ചിലപ്പോൾ പകുതി, ചിലപ്പോൾ 3/4 അങ്ങനെയൊക്കെ എടുക്കാറുണ്ട്. ഞാൻ 96 വിദേശത്ത് പോയ സമയത്ത് സൗദി അറേബ്യയിൽ എൻ്റെ റൂംമേറ്റ്സ് അവരെല്ലാവരും നോമ്പെടുക്കുന്ന സമയത്ത് അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാന്ന് എന്താ അപ്പം അതിന് പറയാന്നല്ല, അവരെ കൂടെ ചേർന്നുകൊണ്ട് അങ്ങനെ തുടങ്ങിയാണ്. 96 തുടങ്ങിയതാണ്, 95 തുടങ്ങിയതാണ്. സൗദി അറേബ്യയിൽ നിന്ന് 95 തുടങ്ങിയതാണ് ഈ നോമ്പ്. അതെനിക്ക് പിന്നെ നോമ്പ് നോക്കുന്നത് കൊണ്ട് ശാരീരികമായിട്ടൊരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ പിന്നെ ആ തുറന്നു വരുന്ന കാര്യം ഇത് ഇപ്പോൾ ഈ വർഷമായിട്ട് ഇത് 2026 ഈ വർഷവും നമുക്കത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ അതൊരു റൊട്ടീനായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് ഞാൻ അതിനെ കരുതി വരുന്നത്. കാരണം നിങ്ങളെങ്ങനെ റമദാനെ നിങ്ങളെങ്ങനെ കാണുന്നു അതേ രീതിയിൽ ഇപ്പോൾ നിസ്കരിക്കാറുണ്ടാവില്ല എന്നുള്ളത് ശരിയാണ്. നെയ്യത്ത് മുതൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആ തരത്തിൽ തന്നെ ചെയ്തു വരുന്നുണ്ട്. അത് ഒരു ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ജീവിതചര്യയായിട്ട് തന്നെ തുറന്നു വരികയാണ്. എത്രത്തോളം ശാരീരികമായിട്ട് കഴിയും അത്രത്തോളം അത് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം. സൗഹാർദ്ദത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഒരു വലിയ സന്ദേശമാണ് ഓരോ വർഷവും വിഷു മലയാളികൾക്ക് സമ്മാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ ഈ സൗഹാർദ്ദവും ഐക്യവും ഊട്ടിയുറപ്പിക്കുന്ന ഒരുപാട് ചടങ്ങുകൾ നമ്മൾ സാക്ഷിയാവാറുണ്ട്. അഖിലേഷിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എല്ലാ വർഷവും ഇതുപോലെ ആഘോഷ ദിവസങ്ങളിലൊക്കെ വിഷു ആണെങ്കിലും അതുപോലെ തന്നെ ഓണാണെങ്കിലും ഒക്കെ എല്ലാ വിഭാഗങ്ങളെയും വിളിച്ചു വരുത്തി ഈ സൗഹാർദ്ദവും ഐക്യവും ഒക്കെ പങ്കിടുന്ന ഒരു കാഴ്ച കാണുന്ന വർഷങ്ങളായിട്ട് ഇത് നിലനിർത്തി പോരുന്നുണ്ട്. ഇതാണ് നമ്മുടെ മലയാളികളുടെ ഏറ്റവും വലിയ ഒരു പാരമ്പര്യം എന്ന് പറയുന്നത്. ഇന്നും ഇവിടെ ഈ വിഷു പരിപാടി ഇതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പാണക്കാട് നിന്ന് പ്രിയപ്പെട്ട ബഷീർ അലി ശിഹാബ് തങ്ങളെത്തി, അഭിനന്ദനായ കുഞ്ഞാലിക്കുട്ടി സാഹിബ് എത്തി. എല്ലാ വർഷവും ഇവർ ഇത്തരത്തിലുള്ള ഈ ആഘോഷ ദിവസങ്ങളിലൊക്കെ ഇവിടുത്തെ നിത്യ സന്ദർശകരാണ്. ഇത് തന്നെയാണ് നമ്മുടെ ഓരോ ആഘോഷങ്ങളും, അത് വിഷു ആണെങ്കിലും ഓണാണെങ്കിലും പെരുന്നാളാണെങ്കിലും എല്ലാ ആഘോഷ ദിവസങ്ങളും കേരളീയർ പുലർത്തി പോരുന്ന ഒരു പാരമ്പര്യം ഇതാണ്. ഈ പാരമ്പര്യം എന്നും നിലനിൽക്കട്ടെ എന്നാണ് എനിക്ക് ഈ സമയത്ത് ആശംസിക്കാനുള്ളത്. എല്ലാവർക്കും നന്മ നിറഞ്ഞ വിഷു ആശംസകൾ.
അപ്പോൾ സാറ് വേങ്ങര ബ്ലോക്ക് പഞ്ചായത്തിലെ ഹെഡ് ക്ലർക്കും ജനറൽ എക്സ്റ്റൻഷനും ഓഫീസറും ആയിരുന്നല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് നേരിടേണ്ടി വന്നിട്ടുള്ള വെല്ലുവിളികളും ബുദ്ധിമുട്ടുകളൊക്കെ എന്തൊക്കെയായിരുന്നു? നമ്മൾ പിന്നെ വേറെ ബ്ലോക്ക് പഞ്ചായത്തിലാണ് എൻ്റെ സർവീസിൻ്റെ കൂടുതൽ ഭാഗവും ചെലവഴിച്ചിട്ടുള്ളത്. വേറെ ബ്ലോക്ക് പഞ്ചായത്തിൽ ഹെഡ് ക്ലർക്കായിട്ടാണെങ്കിലും ജനറൽ എക്സ്റ്റൻഷൻ ഓഫീസറായിട്ടാണെങ്കിലും പ്രവർത്തിച്ചിരുന്ന സമയങ്ങളിൽ വെല്ലുവിളികളും ബുദ്ധിമുട്ടുകളൊന്നും സത്യം പറയുകയാണെങ്കിൽ ഉണ്ടായില്ല. കാരണം എന്താ വെച്ചാൽ ഞാനൊരു പക്ക സർക്കാർ ജീവനക്കാരൻ എന്നുള്ള ആ തരത്തിലല്ല നമ്മളവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. നാട്ടുകാരൻ അല്ലെങ്കിൽ പിന്നെ ഒരു പബ്ലിക് സർവൻ്റ് എന്നുള്ള ആ രീതിയിൽ മാത്രമാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ആളുകൾക്കിടയിലാണെങ്കിലും ശരി, ജനപ്രതിനിധികൾക്കിടയിലാണെങ്കിലും ഇപ്പോൾ അറിയാം, ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പറഞ്ഞ സംവിധാനം ജനപ്രതിനിധികളും ജീവനക്കാരും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. മറ്റ് വില്ലേജ് പോലെയോ അല്ലെങ്കിൽ മറ്റ് ഇതര സർക്കാർ സ്ഥാപനങ്ങൾ പോലെയല്ല. ജനപ്രതിനിധികളും ജനങ്ങളുമായി കൂടുതൽ ഇടപഴകേണ്ടി വരുന്ന, അതുകൊണ്ട് തന്നെ അവരുമായിട്ട് നിരന്തരം സമ്പർക്കം പുലർത്തേണ്ടി വരുന്ന ഒരു സ്ഥാപനമായതുകൊണ്ട് തന്നെ വെല്ലുവിളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ചിലപ്പോൾ പിന്നെ പെട്ടെന്ന് ചെയ്യേണ്ടി വരുന്ന കാര്യങ്ങളുണ്ടാവാം. അതിൻ്റെയൊക്കെ സമ്മർദ്ദങ്ങൾ ചില സമയങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മളുടെ ഒരു സംസാര രീതി കൊണ്ടും അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഒറ്റയടിക്ക് നമുക്കിപ്പോൾ ഒരു പറ്റൂല എന്ന് പറയുന്നത് അത് നടക്കൂല എന്ന് പറയുന്നതിന് പകരം അതിന് ഇന്ന ബുദ്ധിമുട്ടുകളുണ്ട്, അപ്പോൾ അതുകൊണ്ട് അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാവും. വരുന്ന ഒരാളെ ഒരു ജീവനക്കാരൻ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ചിലപ്പോൾ നമ്മളെക്കാളും വിദ്യാഭ്യാസം ഉള്ളവരായിരിക്കാം, നമ്മളെപ്പോലെ ജീവിത സാഹചര്യം ഉള്ള ആളുകളായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ വളരെ മോശം കണ്ടീഷനിൽ വരുന്ന ആളുകളായിരിക്കും. അപ്പോൾ അവർ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സഹായം, ഒരു സേവനം എന്നുള്ളതാണ്. അത് അവരുടെ അവകാശമാണ്, അത് അവർക്ക് കിട്ടേണ്ടത്. അല്ലാതെ ഞാനൊരു ഔദാര്യമായിട്ട് ചെയ്തു കൊടുക്കുന്നതല്ല, ഞാനത് നിർബന്ധമായിട്ട് ചെയ്തു കൊടുക്കേണ്ടത് എൻ്റെ ഒരു പിന്നെ ഉത്തരവാദിത്വം, എൻ്റെ കടമയാണ്. അപ്പം നമ്മളത് ആത്മാർത്ഥമായിട്ട് ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്യുക എന്നുള്ളതാണ്. ചെയ്തു കഴിഞ്ഞാൽ പിന്നെ സർക്കാർ സ്ഥാപനങ്ങളിലുള്ള സർക്കാർ ജീവനക്കാർക്കിടയിലുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പബ്ലിക് വരുന്ന സമയത്ത് എന്ത് കാര്യമാണെങ്കിലും നാളെ എന്ന് പറയാം, അടുത്ത ദിവസം എന്ന് പറയാം. അതല്ലെങ്കിൽ നീ നാളെ എന്ന് പറയുന്നതും അത് അതിൻ്റെതായ രീതിയിൽ പറയുകയാണെങ്കിൽ ആളുകൾക്ക് വിഷമം ഉണ്ടാവില്ല. ഈ വരുന്ന ഒരാൾ ചിലപ്പോൾ 1000 രൂപയ്ക്ക് പണിയെടുക്കുന്ന ഒരാൾ ആ പണി ഒഴിവാക്കി ബസ് പിടിച്ച് അല്ലെങ്കിൽ വണ്ടി പിടിച്ച് വന്ന് അയാളുടെ ഒരു ദിവസം മെനക്കെട്ടായിരിക്കും ഇങ്ങോട്ട് വരുന്നുണ്ടാവും. ചിലപ്പോൾ പെട്ടെന്ന് കിട്ടുന്ന കാര്യങ്ങളായിരിക്കാം. അവർ ചിലപ്പോൾ അറിവില്ലായ്മ കൊണ്ട് ചിലപ്പോൾ വൈകി പോയിട്ടുണ്ടായിരിക്കും. അതൊക്കെ പക്ഷെ നമ്മളെ സംബന്ധിച്ചോളം നമ്മളാണ് ആ കാര്യം അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ എങ്ങനെയാണെന്നുള്ളത് പറയേണ്ടതും നമ്മളാണ്. അത് പറഞ്ഞ് അവരെ സഹായിക്കേണ്ടതും നമ്മളാണ്. സഹായിക്കാനുള്ള ബാധ്യത നമുക്കാണുള്ളത്. അതുകൊണ്ട് അത്തരത്തിൽ 100% ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷെ എന്നാലും എനിക്ക് അത്തരത്തിലുള്ള വിഷമങ്ങളോ പബ്ലിക്കിനിടയിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകളോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ ഈ ഇലക്ഷൻ സമയങ്ങളിലൊക്കെയാണ് 2000 മുതൽ ഇപ്പോൾ ഈ 2026 കാലഘട്ടങ്ങൾ പല പഞ്ചായത്ത് ഇലക്ഷൻ, പിന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളും അതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ, അങ്ങനെ പല തെരഞ്ഞെടുപ്പുകളും ഉണ്ടായിട്ടുണ്ട്. അതിലൊക്കെ വയലൻ്റായ ആളുകളുണ്ടായിരിക്കാം, ആവേശമുള്ള ആളുകളുണ്ടായിരിക്കും. അപ്പോൾ അവരെയൊക്കെ നമ്മൾ ചേർത്ത് നിർത്താൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ഉള്ളൊരു സന്തോഷകരമായിട്ടുള്ള കാര്യമായിട്ട് പറയാനുള്ളത്. സാറ് മലപ്പുറം ജില്ലയുടെ ശുചിത്വ മിഷന്റെ അസിസ്റ്റന്റ് ജില്ലാ കോർഡിനേറ്റർ ആയിരുന്നല്ലോ, അതുപോലെ തന്നെ കളക്ടറുമായിട്ട് അടുത്തിടപഴകുന്ന ഒരു വ്യക്തിയാണല്ലോ. അപ്പോൾ ആ ഒരു അനുഭവമൊക്കെ എങ്ങനെയായിരുന്നു? നമ്മൾ ജില്ലാ ശുചിത്വ മിഷനിൽ ഞാൻ എത്തിപ്പെട്ടത് തികച്ചും യാദൃശ്ചികമായിട്ടാണ് എന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ കൂടെ പ്രവർത്തിച്ചിരുന്ന എൻ്റെ ഓഫീസറായി പ്രവർത്തിച്ചിരുന്ന ഹൈദർ സാറാണ് എന്നെ അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളതും അങ്ങനെ അവിടെ അപേക്ഷ കൊടുത്ത് നമ്മൾ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ ജോയിൻ ചെയ്തു. തികച്ചും വ്യത്യസ്തമായ ഒരു രീതിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്പൂർണ്ണ ശുചിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാട്ടിലൊക്കെ ഈ മാലിന്യങ്ങളുടെ ഒരു പ്രശ്നം, അതുപോലെ എറണാകുളത്തൊക്കെ ഉണ്ടായ പിന്നെ വിഷയങ്ങൾ അറിയാലോ, മാലിന്യ കൂമ്പാരങ്ങൾ കത്തി ഒരു നാട് മുഴുവൻ ബുദ്ധിമുട്ടിലായ ആ സമയങ്ങളിലൊക്കെ വളരെയധികം സമ്മർദ്ദങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ ഹരിതകർമ്മസേന, ഈ ആളുകൾ ഹരിതകർമ്മസേനയെ പിന്നെ പൈസ കൊടുക്കാതെ അല്ലെങ്കിൽ അവരോട് സഹകരിക്കാതെ ഒക്കെ, അതൊക്കെ നമ്മുടെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ള ആ ഒരു തോന്നൽ പോലും ഇല്ലാതെ, അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന മാലിന്യങ്ങളാണ് അവർ കൊണ്ടുപോകുന്നത്, അപ്പോൾ അതുകൊണ്ട് അവരുമായി നമ്മൾ കൂടുതൽ പിന്നെ സഹകരിക്കുകയാണ് വേണ്ടത് എന്നുള്ള തോന്നൽ പോലും ഇല്ലാത്ത രീതിയിലുള്ള പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ സ്ക്വാഡുകൾ ആയിട്ട് പോകുന്ന സമയത്ത് നിരോധിത ഉൽപ്പന്നങ്ങളുടെ സ്ക്വാഡുകൾ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിലും ഓഡിറ്റോറിയങ്ങൾ, ഹോട്ടലുകൾ, സ്ഥാപനങ്ങൾ, ഷോപ്പുകളൊക്കെ പോവാറും ചെക്ക് ചെയ്യാറും വേണ്ടി അവസരം ഉണ്ടാവാറുണ്ട്.
അതൊക്കെ കുറച്ച് വെല്ലുവിളികൾ ഉണ്ടാകുന്നത്. കാരണം വ്യാപാരി വ്യവസായികളാണെങ്കിലും അവരെ സംബന്ധിച്ചോളം അവർ സംഘടിതരാണ്. അവരുടെ എതിർപ്പുകളും അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ഇപ്പോൾ നാടുകളിലൊക്കെ പോകുന്ന സമയത്ത് നാട്ടിൽ നമ്മുടെ പരിചയക്കാരായിട്ടുള്ള കുറേ ആളുകളുണ്ടാവും. അത്തരത്തിലുള്ള കുറേ വെല്ലുവിളികൾ ആ സമയത്ത് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ ശുഭകരമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മലപ്പുറം മുൻ ജില്ലാ കളക്ടർ വിനോദ് സാർ IAS വളരെ ഈ കാര്യത്തിൽ വളരെയധികം സഹകരിക്കുന്ന ആളും, അത് പിന്നെ ഏത് സമയത്തും രാവും പകലും ഇല്ലാതെ രാത്രിയാണെങ്കിലും പുലർച്ചെയാണെങ്കിൽ പോലും പുലർച്ചെ ഒരു ദിവസം സാറ് വിളിച്ചു വരുത്തി ഈ സ്ക്വാഡ് അങ്ങാടിയിൽ കൂടെ വഫ്റ്റിയിൽ, അതായത് ഒഫീഷ്യൽ വാഹനത്തിലല്ലാതെ മറ്റു വാഹനത്തിൽ പിന്നെ പ്രോട്ടോകോളൊന്നുമില്ലാതെ തന്നെ ഒരു നാടൻ വേഷത്തിൽ ഞങ്ങളുടെ കൂടെ വരികയും മലപ്പുറത്ത് നിന്ന് മാലിന്യം നിക്ഷേപിക്കുന്ന ആളുകളെ പിടിക്കുകയും അത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ അതിൽ നമുക്ക് എടുത്ത് പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഇത്രയൊക്കെയാണ് ശുചിത്വ മിഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ. സാറിന്റെ ഫാമിലിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഇപ്പോൾ അച്ഛന് പോസ്റ്റ് മാസ്റ്ററൊക്കെ ആയിരുന്നല്ലോ, അതൊക്കെ എങ്ങനെ ഫാമിലിനെ കുറിച്ചിട്ടൊന്ന് പറഞ്ഞു? അച്ഛൻ റിട്ടയർ ചെയ്തു, റിട്ടയർ പോസ്റ്റ് മാസ്റ്റർ. ഇപ്പം 85 വയസ്സായി. പക്ഷെ ആള് സജീവമാണ്. ഇപ്പോഴും വായനശാലയുടെ സെക്രട്ടറിയാണ്. ഇവിടെ ഊരകത്ത് തന്നെ VC ബാലകൃഷ്ണ പണിക്കറിന് ഒരു വായനശാല ഗ്രന്ഥശാല ഉണ്ട്, അതിൻ്റെ സെക്രട്ടറിയാണ്. കുറേ കാലങ്ങളായിട്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിച്ചു വരുന്നുണ്ട്. പിന്നെ അമ്മ 97 മരണപ്പെട്ടതാണ്. പിന്നെ എനിക്ക് വൈഫ്, രണ്ട് മക്കൾ. വൈഫ് ഈ കഴിഞ്ഞ 2 വർഷം മുമ്പ് മരണപ്പെട്ടു. പിന്നെ 2 മക്കളാണുള്ളത്. മോള് കെമിക്കൽ എഞ്ചിനീയറിങ് കഴിഞ്ഞോള് എറണാകുളത്ത് വർക്ക് ചെയ്യുന്നു, കല്യാണം കഴിഞ്ഞു. മരുമകനും എറണാകുളത്ത് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നു. മകൻ കാനഡയിലാണ്. അവിടെ ഒരു കൾണറി മാനേജ്മെൻറ്റ് എന്നൊരു കോഴ്സ് അവിടെ ചെയ്ത് ഇപ്പോൾ അവിടെ കാനഡയിൽ വർക്ക് ചെയ്യുകയാണ്. ഒരു 6 മാസം മുമ്പ് വന്ന് പോയിട്ടുണ്ടായിരുന്നു. ഇത്രയൊക്കെയാണ് കുടുംബപരമായിട്ടുള്ള കാര്യങ്ങൾ. വിഭവസമൃദ്ധമായ സദ്യയോടും പായസത്തോടു കൂടി നമ്മുടെ ഇന്നത്തെ വിഷു ഇവിടെ അവസാനിക്കുന്നു. അടുത്ത പ്രോഗ്രാമുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ.